പല ആളുകളും ധരിച്ചിട്ടുള്ളത് ഒരു രോഗം വന്നാൽ അത് മാറിയേ മതിയാകൂ, അതല്ലാത്തതൊന്നും പരിഹാരമല്ല എന്നാണ്. ഈ ധാരണ നമ്മൾ തിരുത്തണം. കാരണം ക്ഷമിച്ചുകൊണ്ട് മരിക്കുന്നത് വരെ ക്ഷമിക്കാനുള്ള ഒരു സന്നദ്ധത കൂടി രോഗികൾക്കുണ്ടായിരിക്കണം. പലരും അസ്വസ്ഥരാണ്. എന്താണ് എൻ്റെ രോഗം മാറാത്തത്? രോഗം മാറിയിട്ടില്ലെങ്കിൽ അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് മോശമായത് വിചാരിക്കുന്നു, മോശമായത് ചിന്തിക്കുന്നു. രോഗം മാറലല്ലാതെ വേറൊരു പരിഹാരവുമില്ല എന്നവർ ധരിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെയല്ല, മരിക്കുന്നത് വരെ ക്ഷമിക്കാനും കൂടി വിശ്വാസികൾ തയ്യാറായിരിക്കണം. കാരണം നമുക്കറിയാം, ധാരാളം ആളുകൾ അവർക്ക് ബാധിക്കുന്ന രോഗങ്ങൾ കൊണ്ടാണ് മരണപ്പെടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? രോഗം വന്ന ആളുകൾക്കൊക്കെ അത് ശിഫയായിട്ടുണ്ടോ? ഇല്ല. മറിച്ച് രോഗം വന്ന ആളുകളിൽ മഹാഭൂരിപക്ഷവും മരണപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് രോഗം ശിഫയാകുമെന്ന് ഉറപ്പിക്കേണ്ടതില്ല. ആ രോഗത്തിലൂടെ മരണം തന്നെ സംഭവിച്ചേക്കാം. ധാരാളം ആളുകൾ മരിക്കുന്നത് വരെ രോഗികളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാകും, പരിസരങ്ങളിലുണ്ടാകും, സുഹൃത്തുക്കളുടെ വീടുകളിലുണ്ടാകും, നാടുകളിലുണ്ടാകും മരിക്കുന്നത് വരെ രോഗമുള്ള ആളുകൾ. അപ്പോൾ മരണം വരെ തൻ്റെ രോഗമുണ്ടായേക്കാമെന്ന ഒരു പ്രതീക്ഷ വിശ്വാസികൾക്കുണ്ടാകണം. അതല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ കൂടി ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അവർ അംഗീകരിക്കാൻ തയ്യാറാവണം. മാത്രമല്ല, രോഗം മാറിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചാൽ അൽഹംദുലില്ലാ, അത് ഏറ്റവും ഉയർന്ന ദർജയാണ്. എന്താണ് അതിനുള്ള തെളിവ്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറയുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻ ഒരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞു, അലാ ഉരീക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരു സ്ത്രീയെ നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ? ഈ സ്ത്രീ സ്വർഗക്കാരിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുൽതു ബല, അതെ, സ്വർഗത്തിൽ പോകുന്ന ഒരു സ്ത്രീയെ ദുനിയാവിൽ വെച്ച് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എനിക്ക് കാണണം. ഹാദിഹിൽ മർഅത്തു സൗദ, ഇതാ ഈ ഒരു കറുത്ത സ്ത്രീ, കറുത്ത നിറമുള്ള ഈ ഒരു സ്ത്രീ. ഈ സ്ത്രീ അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇന്നി ഉസ്റഉ, എനിക്ക് അപസ്മാരമുണ്ടാകുന്നു, അല്ലെങ്കിൽ ജിന്നുബാധയുണ്ടാകുന്നു. വ ഇന്നി അതകശഫു, ആ സമയമാകുമ്പോൾ എൻ്റെ വസ്ത്രം നീങ്ങിപ്പോകുന്നു. അതുകൊണ്ട് ഫദുഉല്ലാഹ ലി, എനിക്ക് ഈ അസുഖം മാറാൻ വേണ്ടി നബിയെ നിങ്ങൾ ദുആ ചെയ്യണം. എനിക്ക് അപസ്മാരമുണ്ടാകുമ്പോൾ എൻ്റെ വസ്ത്രം നീങ്ങിപ്പോകുന്നു, അതുകൊണ്ട് ഈ ഒരു രോഗം എനിക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട്, അത് മാറാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്, ഇൻ ശിഅ്തി സബർതി വലകിൽ ജന്ന, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ ക്ഷമിച്ചോളൂ, ഈ രോഗം മാറണ്ട. നോക്കൂ നിങ്ങൾ, ഞാൻ ദുആ ചെയ്യുന്നില്ല, ക്ഷമിക്കുക, മരിക്കുന്നവരെ നിനക്ക് സ്വർഗമുണ്ട്. അതല്ല, വ ഇൻ ശിഅ്തി ദഅഉതുല്ലാഹ അൻ യുആഫിയകി, ഇനി അതല്ല നിനക്ക് നിർബന്ധമാണെങ്കിൽ ശിഫ നൽകാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. എന്താണ് വേണ്ടത്? നോക്കൂ നിങ്ങൾ, ആ ഒരു സ്ത്രീ തിരഞ്ഞെടുത്തത് ഏതാണെന്ന് നോക്കൂ. ഫഖാലത്ത് അസ്ബിറു, ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ക്ഷമിക്കാം. ഫഖാലത്ത് ഇന്നി അതകശഫു, പക്ഷേ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ വസ്ത്രം നീങ്ങിപ്പോകുന്നുണ്ട്, അതുകൊണ്ട് ഫദുഉല്ലാഹ ലി അല്ലാ അതകശഫ ഫദഅ ലഹ, എൻ്റെ വസ്ത്രം നീങ്ങിപ്പോവരുതെന്ന് മാത്രം നിങ്ങൾ ദുആ ചെയ്താൽ മതി. കാരണം ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് അത് വളരെ പ്രയാസകരമാണല്ലോ, അത് മാത്രം നിങ്ങൾ ദുആ ചെയ്താൽ മതി. എന്നാൽ എൻ്റെ രോഗം മാറേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദുആ ചെയ്തു. പിന്നീട് ആ സ്ത്രീക്ക് വസ്ത്രം നീങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടായില്ല. പക്ഷേ ആ സ്ത്രീക്ക് ആ രോഗം മരണം വരെ തുടർന്നു എന്നാണ്. ആ സ്ത്രീ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം, വ ഇൻ ശിഅ്തി സബർതി വലാ ഹിസാബ അലൈകി, നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് ഹിസാബില്ല, വിചാരണയില്ല എന്നാണ്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ബൽ അസ്ബിറു വലാ ഹിസാബ അലൈ, ഞാൻ ക്ഷമിക്കാം, എനിക്ക് ഹിസാബ് വേണ്ട, വിചാരണ വേണ്ട. അപ്പോൾ ക്ഷമ തെരഞ്ഞെടുത്തു. ഇങ്ങനെയുമാകാം, എൻ്റെ രോഗം മാറിയേ മതിയാകൂ എന്നല്ല, എൻ്റെ രോഗം മാറിയിട്ടില്ലെങ്കിൽ പോലും എനിക്ക് പരലോകത്തിലെ നേട്ടം മതി എന്ന് കരുതിക്കൊണ്ട് ക്ഷമിക്കാനുള്ള ഒരവസ്ഥയും വിശ്വാസികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അത് വളരെ ഉയർന്ന ദർജ തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടി ഇസ്ലാമിലുണ്ട് എന്ന തത്വം രോഗികളായ ആളുകൾ മനസ്സിലാക്കണം. മരണം വരെ രോഗം മാറിയിട്ടില്ലെങ്കിൽ പോലും അതിനെ ഒരു നിഅമത്തായി കാണാൻ വിശ്വാസികൾക്ക് സാധിക്കണം. മൂന്നാമത്തത്, അധിക രോഗികളും മറന്നുപോകുന്ന എന്നാൽ ഏറെ ഗൗരവം നിറഞ്ഞൊരു കാര്യമാണ്. എന്താണത്? ഒരു രോഗം വന്നാൽ അൽഹംദുലില്ലാ എന്ന് പറയുക. കാരണം രോഗം വന്നാൽ എങ്ങനെയാണ് അൽഹംദുലില്ലാ എന്ന് പറയുക? സാധാരണ ആളുകൾ കരുതിയിട്ടുള്ളത് ഒരു സന്തോഷം വരുമ്പോൾ മാത്രമാണ് അൽഹംദുലില്ലാ എന്ന് പറയേണ്ടത്, ഒരു പ്രയാസം വരുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുകയോ,
എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസം വന്നാലും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, രോഗം വന്നാൽ അതിൻ്റെ നിഅമത്തുകളെക്കുറിച്ച് ആലോചിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് നാവ് കൊണ്ട് പറയുന്നവർക്ക് ചില പ്രത്യേകതയുണ്ട്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആല അൻ അദ്ദേഹം ഒരു രോഗിയെ സന്ദർശിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്? ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഖുദ്സിയായ ഹദീസാണ്. എന്താണ് അള്ളാഹു പറയുന്നത്? ഇന്നി ഇദബ്തലൈതു അബ്ദൻ മിൻ ഇബാദി മുഅ്മിന, വിശ്വാസിയായ എൻ്റെ ഒരു അടിമയെ ഞാൻ പരീക്ഷിച്ചാൽ ഫഹമിദനി, അപ്പോൾ ആ അടിമ അൽഹംദുലില്ലാ എന്ന് പറയുന്നു. അലാ മബ്തലൈതുഹു, ആ പരീക്ഷണത്തിലും പറയുന്നത് എന്താണ്? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫഇന്നഹു യഖൂമു മിൻ മൽജഇഹി ദാലിക കയൗമി വലദതുഹു ഉമ്മുഹു മിനൽ ഖതായ, ആ രോഗം പിടിച്ച് കിടക്കുന്ന ആ ബെഡിൽ നിന്ന് ആ വ്യക്തി സുഖം പ്രാപിച്ച് എഴുന്നേൽക്കുമ്പോൾ ഉമ്മ പ്രസവിച്ചതുപോലെയാണ് എഴുന്നേൽക്കുക. ശ്രദ്ധിക്കുക, ഒരു രോഗം ബാധിച്ച് കിടക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഉമ്മ പ്രസവിച്ചതുപോലെ ശുദ്ധീകരിക്കപ്പെടും. വയഖൂലു റബ്ബു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, അന ഖയ്യദ്തു അബ്ദി, എൻ്റെ അടിമയെ ഞാൻ ഇത്രയും നേരം ബന്ധിപ്പിച്ചിരിക്കുകയായിരുന്നു എൻ്റെ പരീക്ഷണത്തിൽ. വബ്തലൈതുഹു, ഞാൻ അവനെ പരീക്ഷിച്ചു, അതുകൊണ്ട് ഫഅജ്റൂ ലഹു കമാ കുൻതും തുജ്റൂന ലഹു വഹുവ സഹീഹുൻ, ആരോഗ്യമുള്ള സന്ദർഭത്തിൽ ആ വ്യക്തി ചെയ്ത പ്രവർത്തനങ്ങളുടെ അതേ പ്രതിഫലം രോഗിയായി കിടന്ന സന്ദർഭത്തിലും ആ വ്യക്തിക്ക് എഴുതണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് കൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ രണ്ട് നേട്ടമാണുള്ളത്. ഒന്ന്, ഉമ്മ പ്രസവിച്ചതുപോലെ ഒരു കുഞ്ഞിനെ പോലെ ശുദ്ധീകരിക്കപ്പെടുക. രണ്ടാമത്തത്, ആരോഗ്യമുള്ള സന്ദർഭത്തിൽ ചെയ്തിരുന്ന മുഴുവൻ അമലുകളും അതേപോലെ രേഖപ്പെടുത്തപ്പെടുന്നു. ആരോഗ്യം ഉള്ള സന്ദർഭത്തിലെ പ്രവർത്തനങ്ങൾ രോഗാവസ്ഥയിൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും സമ്പൂർണ്ണമായ പ്രതിഫലം. അൽഹംദുലില്ലാ. അതെപ്പോഴാണ് ഉണ്ടാകുന്നത്? ഫഹമിദനി, അൽഹംദുലില്ലാ എന്ന് പറയണം, അപ്പോഴാണ് അതുണ്ടാവുന്നത്. ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുവത്തയിൽ ഉദ്ധരിക്കുന്നു. ഇതും വളരെ ഗംഭീരമായൊരു ഹദീസാണ്. അതാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഇദാ മരിദൽ അബ്ദു, ഒരു അടിമക്ക് രോഗമുണ്ടായാൽ ബഅസല്ലാഹു തബാറക വ തആല ഇലൈഹി മലക്കൈൻ, രണ്ട് മലക്കുകളെ ആ രോഗിയുടെ അടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ രോഗികളാവുമ്പോൾ രണ്ട് മലക്കുകൾ നമ്മളെ സന്ദർശിക്കുന്നുണ്ട്. ശരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ രോഗികളാവുമ്പോൾ എന്ത് രോഗമാകട്ടെ രണ്ട് മലക്കുകളെ അള്ളാഹു നമ്മുടെ അടുക്കലേക്ക് പറഞ്ഞയക്കും. ഫഖാല, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, ഉൻളുറാ മാദാ യഖൂലു ലിഉവാദിഹി, ആ രോഗി തന്നെ സന്ദർശിക്കുന്ന ആളുകളോട് എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ രണ്ടാളും നോക്കണം എന്നാണ്. നോക്കൂ നിങ്ങൾ, ഈ മലക്കുകൾ എന്തിനാണ് വന്ന് നമ്മുടെ അടുത്ത് നിൽക്കുന്നത്? നമ്മെ സന്ദർശിക്കാൻ വരുന്ന സന്ദർശകന്മാരോട് നമ്മൾ എന്താണ് ആ രോഗത്തെക്കുറിച്ച് പറയുന്നത് എന്ന് ചെക്ക് ചെയ്യാനാണ് ഈ മലക്കുകളെ പറഞ്ഞയക്കുന്നത്. ഫഇൻ ഹുവ ഇദാ ജാഊഹു ഹമിദല്ലാഹ വ അസ്നാ അലൈഹി റഫഅ ദാലിക ഇലല്ലാഹ്, സന്ദർശിക്കുന്ന ആളുകളോട് എങ്ങനെയുണ്ട് അസുഖം എന്ന് ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാ ഖൈറാണ് എന്നാണ് പറയുന്നതെങ്കിൽ ഈ വാക്ക് മലക്കുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തും. വഹുവ ആലമു, അള്ളാഹുവിനറിയാം. എന്നാലും ആ മലക്കുകൾ അള്ളാഹു ഏർപ്പാടാക്കുന്നത് അള്ളാഹു ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മെ സന്ദർശിക്കുന്ന ആളുകളോട് എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ എടങ്ങേറ് തന്നെ, വല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെ ആയിപ്പോയി. അള്ളാഹു എന്തിനാണ് എന്നെ എങ്ങനെ പരീക്ഷിച്ചത്? വേറെ ആർക്കും ഈ പരീക്ഷണം നൽകാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളെ കാണാൻ കഴിയും. എന്നാൽ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. എന്താണ് പറയുന്നത്? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഈ വാക്ക് മലക്കുകൾ, ഈ രണ്ട് മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിച്ചു കൊടുക്കും. ഫയഖൂലു, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ശ്രദ്ധിക്കൂ, ലി അബ്ദി അലൈ, ഈ അടിമയുടെ കാര്യം എന്നിലേക്ക് വിടൂ. ഇൻ തവഫൈതുഹു അൻ ഉദ്ഖിലഹുൽ ജന്ന, ഈ രോഗം കാരണം ഈ അടിമ മരിക്കുകയാണെങ്കിൽ ഞാൻ ഈ അടിമയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. ആ രോഗത്തിലൂടെ ലഭിക്കുന്നത് സ്വർഗമാണ്. പക്ഷെ അൽഹംദുലില്ലാ എന്ന് പറയണം. ഇനി രണ്ട്, മരിക്കുന്നില്ല എന്ന് വിചാരിക്കുക. വ ഇൻ അന ശഫൈതുഹു, ഇനി ഞാൻ അവന് ശിഫ നൽകുകയാണെങ്കിൽ, നോക്കൂ നിങ്ങൾ, അള്ളാഹു പറയുന്നത് ഞാൻ ശിഫ നൽകുകയാണെങ്കിൽ എന്നാണ്. അൻ ഉബ്ദിലഹു ലഹ്മൻ ഖൈറൻ മിൻ ലഹ്മിഹി, ഈ രോഗാവസ്ഥയിലുള്ള മാംസത്തേക്കാൾ നല്ല മാംസം പകരം കൊടുക്കും. വദമൻ ഖൈറൻ മിൻ ദമിഹി, ഇപ്പോഴുള്ള രക്തത്തേക്കാൾ നല്ല രക്തം കൊടുക്കും. വ അൻ ഉകഫിറ അൻഹു സയ്യിആതിഹി, അതിന് പുറമെ പാപങ്ങൾ മായ്ച്ചു കൊടുക്കുകയും ചെയ്യും. ഭൗതികവും ആത്മീയവുമായ മാറ്റം ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കൂ. ആത്മീയമായ മാറ്റം എന്താണ്? വ അൻ ഉകഫിറ അൻഹു സയ്യിആതിഹി, പാപങ്ങൾ മായ്ച്ചു കൊടുക്കലാണ്.
ഇനി ഭൗതികമായ മാറ്റമുണ്ടോ? ഉണ്ട്. നമ്മുടെ രക്തം പുതിയ രക്തമായി മാറുന്നതാണ്. അൽഹംദുലില്ലാ. കാരണം രോഗാണുക്കൾ അധികവും രക്തത്തിലും മാംസത്തിലൊക്കെ ഉണ്ടാകും. അത് മാറിയിട്ട് പുതിയ രക്തം, പുതിയ മാംസം. ഇതൊരു പക്ഷേ ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണമെന്നില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ്. പുതിയ രക്തം, പുതിയ മാംസം, പുതിയ ആരോഗ്യം, പാപങ്ങൾ മായ്ക്കപ്പെട്ട് പുതിയ അവസ്ഥ. എന്താണ് വേണ്ടത്? അൽഹംദുലില്ലാ എന്ന് പറയുക. ഉമ്മ പ്രസവിച്ചതുപോലെ ശുദ്ധീകരിക്കപ്പെടും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിനേക്കാൾ വലിയ നിഅമത്ത് എന്താണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, രോഗികൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ മറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഒരുപാട് ഹൈറുകളുണ്ട്. അതുകൊണ്ട് മറ്റു അനിഷ്ടങ്ങളുടെ വെറുപ്പിൻ്റെ വാക്കുകളൊക്കെ മാറ്റിയിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുക. അള്ളാഹുവിൽ നിന്നുള്ള നിഅമത്തുകളെ സംബന്ധിച്ച് ആലോചിച്ച് ആത്മാർത്ഥമായി തന്നെ അൽഹംദുലില്ലാ എന്ന് പറയുക.